അടുത്ത 5 വർഷം നമ്മളെ നയിക്കാൻ നല്ല നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ കിട്ടിയ അവസരമാണിതെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. എല്ലാവരും തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്നും വികസനം നമ്മുടെ നാട്ടിൽ എത്തിക്കുന്നവരെ തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തി വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മളെ അടുത്ത 5 വർഷത്തേക്ക് നയിക്കാൻ പറ്റുന്ന നല്ല നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനായിട്ട് ജനങ്ങൾക്ക് കിട്ടിയ ഈ വലിയ അവസരത്തിൽ വളരെ സന്തോഷം. വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരോട് എന്താണ് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, വളരെ ബുദ്ധിപൂർവകമായി വേഗപൂർവമായി നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. അതുപോലെ തന്നെ ആരും നിസ്സംഗത കാണിക്കരുത്. ഭവനങ്ങളിലുള്ള ആളുകൾ, ഇതുവരെ ആയിരിക്കുന്ന ആളുകളെല്ലാം ഇന്നേ ദിവസം കേരളത്തിലെ വോട്ടവകാശമുള്ള എല്ലാവരും വോട്ട് ചെയ്യും. അതാണ് പറയാം. ഒരു വികസന തുടർച്ചയാണോ ഉണ്ടാകേണ്ടത്? നമ്മുടെ ജനങ്ങൾ പ്രബുദ്ധരാണ്. വികസനം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. അതിന് അനുയോജ്യരായ ആളുകളെ പ്രബുദ്ധരായ ജനത തിരഞ്ഞെടുക്കും. സഭ ആർക്കെങ്കിലും ഇത്തവണ പിന്തുണ എന്തെങ്കിലും ഉണ്ടോ? സഭയിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. അതുകൊണ്ട് ഔദ്യോഗികമായ പിന്തുണ അങ്ങനെ പ്രത്യേകിച്ചില്ല. ജനങ്ങൾ അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുമെന്നാണ് സഭയുടെ. ഇടുക്കി ഇത്തവണ സഭ ആവശ്യപ്പെട്ട ആളെ അല്ല സ്ഥാനാർത്ഥിയാക്കിയ എന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. സഭ അങ്ങനെ പ്രത്യേകം ഒരാളെ അങ്ങനെ ആവശ്യപ്പെടാറില്ല. അത് ശരിയായ വാർത്ത. ഇടുക്കിയിൽ വന്യജീവി സംഘർഷം ഉൾപ്പെടെ നിരവധി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊരു പരിഹാരം നിലവിൽ ഉണ്ടായിട്ടുണ്ടോ, അതോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും പരിഹരിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഞങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ കൂടുതൽ മെച്ചപ്പെട്ട പരിശ്രമങ്ങൾ ആവശ്യമാണ്. നഷ്ടപരിഹാരത്തുക കിട്ടേണ്ട ആവശ്യം, അതുപോലെ തന്നെ ആളുകളുടെ ജീവന് ഭീഷണിയാകുന്ന ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നതിലൊക്കെ കുറേ കൂടി ക്രിയാത്മകമായ കൃത്യമായ